ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന പ്രഖ്യാപനം ഒരു കാലത്ത് മലയാളി ഫുട്ബോൾ ആരാധകർക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാതെ പോയതോടെ ഉയർന്ന ചോദ്യങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴിതാ മെസ്സിനെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പുറത്തുവന്ന രേഖകൾ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ മുൻകാല വിശദീകരണങ്ങളെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ആശയവിനിമയം നടത്തിയത് ആരായിരുന്നു എന്നതാണ് പുതിയ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു. ഇതുവരെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഔദ്യോഗിക ഇടപെടലുകൾ നടന്നത് എന്ന തരത്തിലായിരുന്നു വിശദീകരണങ്ങൾ. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന ഈ ഇമെയിൽ രേഖകൾ മറ്റൊരു ചിത്രമാണ് നൽകുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നേരിട്ട് ബന്ധപ്പെട്ടത് മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെയാണെന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഇത്രയും വലിയ അന്താരാഷ്ട്ര കായിക പരിപാടിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ആശയവിനിമയത്തിൽ സംസ്ഥാന കായിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? പുറത്തുവന്ന ഇമെയിലിന്റെ പകർപ്പിൽ കായിക വകുപ്പ് സെക്രട്ടറിയോ കായിക ഡയറക്ടറുടെയോ സാന്നിധ്യമില്ലെന്നാണ് വിവരം. സാധാരണയായി സർക്കാർ തലത്തിൽ നടത്തുന്ന വലിയ കരാറുകളിലും അന്താരാഷ്ട്ര ചർച്ചകളിലും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖാപരമായി ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ അത്തരമൊരു ഔദ്യോഗിക ശൃംഖല കാണുന്നില്ല എന്നതാണ് സംശയങ്ങൾക്ക് ശക്തി നൽകുന്നത്. ഇമെയിലിന്റെ കോപ്പി അയച്ചിരിക്കുന്നവരുടെ പട്ടികയും ഇപ്പോൾ ചർച്ചയാകുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിലെ ഭാരവാഹികൾക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്പോൺസർമാർക്കുമാണ് കോപ്പി നൽകിയിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഒരു സ്വകാര്യ വ്യക്തിക്കും ഇമെയിലിന്റെ കോപ്പി അയച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുതിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയായ അമീറ ആയിഷ ബിഗാത്തിനാണ് ഇമെയിലിന്റെ കോപ്പി ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവന്ന രേഖകളിൽ പറയുന്നത്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി സൗഹൃദ ബന്ധമുള്ള വ്യക്തിയാണ് അമീറ എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഒഴിവായ ഒരു ഔദ്യോഗിക ആശയവിനിമയത്തിൽ ഒരു സ്വകാര്യ വ്യക്തി എങ്ങനെ ഉൾപ്പെട്ടു എന്ന ചോദ്യം ഇതോടെ ഉയരുകയാണ്. പദ്ധതിയിൽ അവരുടെ ഔദ്യോഗിക ചുമതല എന്തായിരുന്നു? സർക്കാരിന് വേണ്ടി അവർ എന്തെങ്കിലും ഉത്തരവാദിത്തം വഹിച്ചിരുന്നോ? ഇല്ലെങ്കിൽ മന്ത്രിയുടെ ആശയവിനിമയത്തിന്റെ പകർപ്പ് എന്തിനാണ് സ്വകാര്യ വ്യക്തിക്ക് നൽകിയത്? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി വ്യക്തിപരമായ മറുപടി ലഭിക്കേണ്ടത്. മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തുന്നത് ഇതാദ്യമാണെന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മുൻപ് നൽകിയ വിശദീകരണങ്ങളും ഇപ്പോൾ പുറത്തുവരുന്ന രേഖകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ എന്ന പരിശോധനയും ശക്തമാണ്. ഒരു ലോകോത്തര ഫുട്ബോൾ താരത്തെയും അർജന്റീന ദേശീയ ടീമിനെ കേരളത്തിൽ എത്തിക്കുമെന്നത് ചെറിയൊരു പദ്ധതിയായിരുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളും സ്പോൺസർഷിപ്പും സർക്കാർ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന കാര്യമായിരുന്നു അത്. അതിനാൽ ഓരോ ആശയവിനിമയവും തീരുമാനവും സുതാര്യമായിരുന്നോ എന്ന ചോദ്യം പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇനി പുറത്തു വരാനുള്ള രേഖകളിലാണ് നിർണായക ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടന്ന മുഴുവൻ ആശയവിനിമയവും സർക്കാർ പുറത്തുവിടുമോ? സ്വകാര്യ വ്യക്തിയുടെ പങ്ക് എന്തായിരുന്നു? കായിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് ആശയവിനിമയത്തിൽ ഉൾപ്പെടുത്തിയില്ല? മുൻ മന്ത്രിയുടെ വിശദീകരണവും രേഖകളും തമ്മിലുള്ള വ്യത്യാസത്തിന് എന്താണ് കാരണം? മെസ്സിയുടെ കേരള സന്ദർശനം നടന്നില്ല. പക്ഷെ ആ സന്ദർശനത്തിന്റെ പേരിൽ നടന്ന ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഇപ്പോൾ കൂടുതൽ ശക്തമാകുകയാണ്. പുതിയ രേഖകൾ പുറത്തു വരുമ്പോൾ ഈ കഥയുടെ അവസാന വിസിൽ ഇനിയും മുഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.